നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലിപ്പോൾ ദിനംപ്രതി എന്നോണം നമ്മൾ കേൾക്കുന്നത് കൊടും ക്രൂരതകളുടെ വാർത്തകൾ. തൊടുപുഴയിൽ ജോർലി എന്ന 34-കാരിയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് അതിക്രൂരമായി. ജോർലിയുടെ കവിളിൽ കുത്തിപ്പിടിച്ച് അവൻ വിഷം ബലമായി വായിലേക്കൊഴിച്ചു. വിഷം കുടിച്ചില്ലെങ്കിൽ ഞാൻ കുടിപ്പിക്കും, നീ ചാകുന്നതാണ് നല്ലത്. ഭർത്താവിൻ്റെ ഭീഷണിയെക്കുറിച്ച് മരിക്കുന്നതിന് മുൻപ് ജോർലി പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. ഗാർഹിക പീഡനത്തെ തുടർന്നാണ് പുറപ്പുഴ ആനിമൂട്ടിൽ ജോർലി കൊല്ലപ്പെട്ടത്. ഭർത്താവ് ടോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജോർലിയുടെ മരണമൊഴിയാണ് കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ പോലീസിന് വെളിപ്പെടുത്തിയത്. ജോർലിയുടെ വായിലേക്ക് അവൻ വിഷം ഒഴിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. മരിക്കുന്നതിന് മുൻപ് ജോർലി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ടോണിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വർഷങ്ങളായി ജോർലിയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കും ടോണി. തടിപ്പണിക്കാരനായ ടോണി പണി കഴിഞ്ഞ് മദ്യപിച്ചതിന് ശേഷമാണ് വീട്ടിലെത്തുക. വീട്ടിലെത്തുന്നത് മുതൽ വഴക്ക് പതിവ്. ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ടോണി അത് ഉപേക്ഷിച്ചാണ് തടിപ്പണി ആരംഭിച്ചത്. 20 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 2 ലക്ഷം രൂപയും വിവാഹ സമയത്ത് ജോർലിയുടെ വീട്ടുകാർ നൽകിയിരുന്നു. പിന്നീട് പലപ്പോഴായി 4 ലക്ഷം രൂപ കൂടി നൽകി. എല്ലാം ദൂർത്തടിച്ചും മദ്യപിച്ചും ടോണി തീർത്തു. ഇവരുടെ 14 വയസ്സുള്ള മകൾ അലീനയ്ക്ക് ജോർലിയുടെ പിതാവ് വാങ്ങിക്കൊടുത്ത സ്വർണ്ണാഭരണങ്ങളും പ്രതി കൈക്കലാക്കി. 6 മാസം മുൻപ് ഭാര്യയെയും മകളെയും കൂട്ടി ടോണി വാടക വീട്ടിലേക്ക് താമസം മാറി. അവിടെയും ഉപദ്രവം തുടർന്നു. മകളുടെ മുന്നിൽ അയാൾ നഗ്നനായി നിൽക്കും. ഇതിനെല്ലാം പിന്നാലെയാണ് ഒടുവിൽ ടോണി ജോർലിക്ക് ബലമായി വിഷം കൊടുത്തത്. 7 ദിവസം സ്വകാര്യ ആശുപത്രിയിൽ ജോർലി ജീവന് വേണ്ടി പോരാടി. ഒടുവിൽ മരണത്തിലേക്ക്. മകൾക്ക് മുൻപിൽ ഇയാൾ നഗ്നത പ്രദർശിപ്പിക്കുക പതിവായിരുന്നു. ഇത് ചോദ്യം ചെയ്ത മകളെ അയാൾ ക്രൂരമായി മർദ്ദിച്ചു. ഭാര്യയും മകളെയും ഉപേക്ഷിക്കാൻ ടോണിയുടെ വീട്ടുകാർ ടോണിയിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ജോർലിയെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നതിനായി ടോണി എല്ലാ ദിവസവും അവളെ ഉപദ്രവിക്കും. നീ പോയി ചാക് എന്നെന്നും അവളോട് പറയും. ഒടുവിൽ മനം മടുത്ത് ജോർലി സ്വന്തം വീട്ടിലേക്ക് പോകാനിരുന്നതാണ്. അതിനിടയിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വിഷം ജോർലിയുടെ വായിലേക്ക് അവൻ ബലമായി ഒഴിച്ചു കൊടുത്തു. ഈ നരാധവനെ എന്ത് ചെയ്യണമെന്ന് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നു. വലിയ ക്രിമിനലുകൾ നമ്മുടെ നാട്ടിൽ വിഹരിക്കുന്ന കാഴ്ചയാണ് പല സംഭവങ്ങളും തെളിയിക്കുന്നത്. കൊച്ചി പോണേക്കരയിൽ 5-6 വയസ്സുള്ള പെൺകുട്ടികളെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ഇന്ന് ശ്രമം നടന്നു. തൊട്ടടുത്തുള്ള വീട്ടിൽ കുട്ടികൾ ട്യൂഷന് പോകാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ഈ സംഭവം. ഒരു സ്ത്രീയും 2 പുരുഷന്മാരും അടങ്ങുന്ന സംഘം കാറിലുണ്ട്. കയ്യിൽ പിടിച്ചു വലിച്ച് കുട്ടികളെ കാറിനുള്ളിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമം നടത്തി. കുട്ടികൾ നിലവിളിക്കുകയും കുതറിയോടുകയും ചെയ്യുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 4:45 സംഭവം. കുട്ടികളുടെ വീട്ടിൽ നിന്ന് 3 വീടിന്റെ ദൂരത്താണ് ട്യൂഷനായി പോകുന്നത്. 2 കുട്ടികളെയും യാത്രയാക്കി മുത്തശ്ശി വീടിന്റെ ഗേറ്റിന് സമീപത്ത് നിൽക്കുന്നു. പെട്ടെന്നാണ് കുട്ടികൾക്ക് മുൻപിൽ ഒരു കാർ വന്ന് നിന്നതും പെട്ടെന്ന് കുട്ടികളെ കാറിനുള്ളിലേക്ക് വലിച്ചു കയറ്റാനുള്ള ശ്രമം നടത്തിയതും. കാറിന് പിൻവശത്തിരുന്നയാൾ കുട്ടികൾക്ക് നേരെ മിഠായി നീട്ടി. ഇളയ കുട്ടി മിഠായി വാങ്ങിക്കുകയും മൂത്ത കുട്ടി ഇത് വാങ്ങിക്കളയുകയും ചെയ്തു. മിഠായി വാങ്ങിയ കുട്ടിയെ ബലമായി കാറിനുള്ളിലേക്ക് പിടിച്ചു കയറ്റാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. ഇതിനിടയിൽ സമീപത്തുണ്ടായിരുന്നൊരു പട്ടി കുരച്ചുകൊണ്ട് കാറിന് സമീപത്തേക്ക് കുതിച്ചു. കുതറിയോടിയ കുട്ടികൾ ട്യൂഷന് പോകുന്ന വീട്ടിലേക്ക് കയറിയതോടെ കാർ വേഗത്തിൽ ഓടിച്ചുപോയി. തുടർന്ന് ട്യൂഷൻ ടീച്ചറിനോട് കുട്ടികൾ വിവരങ്ങൾ പറഞ്ഞു. അവർ കുട്ടികളുടെ വീട്ടുകാരെ വിവരമറിയിക്കുകയും പിന്നീട് പോലീസിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു. സമീപ പ്രദേശങ്ങളിലെ CCTV അടക്കം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നു. സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ അവിടെ എത്തിയതെന്ന് വ്യക്തം. കൊടും ക്രിമിനലുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങൾ. ഒരു വശത്ത് കൊടും ക്രിമിനലുകൾ കേരളത്തിൽ വിഹരിക്കുന്നു. മറുവശത്ത് ഗുണ്ടകൾ പോലീസ് വാഹനങ്ങൾ പോലും ആക്രമിച്ച് തകർക്കുന്നു. ഗുണ്ടകളെ പിടികൂടാൻ പോകുമ്പോൾ പിസ്റ്റൾ കയ്യിൽ കരുതണമെന്ന് ഇപ്പോൾ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാരകായുധങ്ങളുമായി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അവരെ കീഴ്പ്പെടുത്തണമെന്നും സ്വയരക്ഷയ്ക്ക് വെടിവെക്കാൻ മടിക്കരുത് എന്നും പോലീസിന് പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നു. നിയമപ്രകാരം ഇത്തരം അവസരങ്ങളിൽ പിസ്റ്റൾ ഉപയോഗിക്കാം. എന്നാൽ പോലീസിൽ അത് കീഴ്വഴക്കമായിരുന്നില്ല. തൃശ്ശൂരിൽ ഇക്കഴിഞ്ഞയാഴ്ച ഗുണ്ടയുടെ പിറന്നാളാഘോഷത്തിന് ഒത്തുകൂടിയ ഗുണ്ടകൾ പരസ്പരം ഏറ്റുമുട്ടിയതിനു ശേഷം പോലീസ് സംഘത്തെ വടിവാൾ കൊണ്ട് ആക്രമിച്ചിരുന്നു. 2 പോലീസ് വാഹനങ്ങളുടെ ചില്ലുകൾ അവർ തകർത്തു. ഇവരെ കൂടുതൽ പോലീസ് എത്തിയാണ് കീഴ്പ്പെടുത്തിയത്.
പിറ്റേ ദിവസം ഗുണ്ടകളെ കൈകാലുകൾക്ക് പരിക്കേറ്റ നിലയിൽ പോലീസ് ആശുപത്രിയിലെത്തിച്ചു. ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചപ്പോൾ പോലീസിനെ പോലെ പ്രവർത്തിച്ചുവെന്നാണ് തൃശൂർ കമ്മീഷണർ ആർ ഇളങ്കോയുടെ മറുപടി. ജനങ്ങളുടെ രക്ഷയ്ക്കും സ്വയരക്ഷയ്ക്കും പോലീസിന് പിസ്റ്റൾ ഉപയോഗിക്കാം എന്ന പുതിയ നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് സേനയ്ക്ക് നൽകിയിരിക്കുന്നത്. പോലീസിനെ ആക്രമിച്ചാൽ കടുത്ത ശിക്ഷ അപ്പോൾ തന്നെ കൊടുക്കണമെന്നും ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷ് പറയുന്നു. ഗുണ്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കാപ്പ ചുമത്തി 1 വർഷം വരെ നാടുകടത്തുന്ന നീക്കങ്ങൾ ശക്തമാക്കിയിട്ടും ഗുണ്ടാക്രമണങ്ങൾക്ക് ഒരു കുറവുമില്ല. നരാധവന്മാർ കേരളം കീഴടക്കുന്നു. പിസ്റ്റൾ കൊണ്ട് മാത്രമേ ഇവരെ നിയന്ത്രിക്കാൻ കഴിയൂ എന്ന് വ്യക്തമാണ്. എന്തിനാണ് ഈ നരാധവന്മാരെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.